ഛത്തീസ്ഗഡിൽ മനുഷ്യക്കടത്ത് ആരോപിച്ച് 2 മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തു എന്ന് വാർത്ത വരുന്നുണ്ട്. കണ്ണൂർ തലശ്ശേരി ഉദയഗിരി ഇടവകയിൽ നിന്നുള്ള സിസ്റ്റർ വന്ദന ഫ്രാൻസിസ്, അങ്കമാലി എളവൂർ ഇടവകയിൽ നിന്നുള്ള സിസ്റ്റർ പ്രീതി മേരി എന്നിവരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ബജ്റംഗ് ദൾ പ്രവർത്തകരുടെ പരാതിയിലാണ് പോലീസ് നടപടി. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് കൂടുതൽ അപ്ഡേറ്റ് ചെയ്യും. ബൽറാം, ഗുഡ് മോർണിംഗ്. ബൽറാം, ശരിക്കും അത്ര സാധാരണ സംഭവമല്ല ഈ കന്യാസ്ത്രീകളെയൊക്കെ അറസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ അത്തരമൊരു നടപടിയിലേക്ക് പോലീസ് നീങ്ങാനുള്ള പ്രകോപനം എന്താണ്? വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ്. ഈ 3 പെൺകുട്ടികളെ ഈ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ട TTR ആണ് ഈ വിഷയത്തിൽ ആദ്യ ഇടപെടൽ നടത്തിയിരിക്കുന്നത്. ഇവരുടെ ടിക്കറ്റ് പരിശോധിക്കുമ്പോൾ ഇവരുടെ കൈവശം പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇല്ലായിരുന്നു. തുടർന്ന് ഇവരോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോൾ തങ്ങൾ ജോലിക്ക് വേണ്ടി സിസ്റ്റർമാരോട് ഒപ്പം പോകാൻ എത്തിയതാണ് എന്ന് TTRനെ വിവരം അറിയിച്ചു. തുടർന്ന് ഇയാൾ ആണ് മറ്റ് പ്രാദേശിക ബജ്റംഗ് ദൾ പ്രവർത്തകരെ ഇത്തരത്തിൽ വിവരം അറിയിച്ചിരിക്കുന്നത്. ഉടൻ തന്നെ ഇവിടേക്ക് ഇരച്ചെത്തിയ ബജ്റംഗ് ദൾ പ്രവർത്തകർ ഇവിടെ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുകയായിരുന്നു. സിസ്റ്റർമാർ ഉൾപ്പെടെയുള്ള അവരെ തടഞ്ഞു വയ്ക്കുകയും ചെയ്തു. 2 സിസ്റ്റർമാരും അവരുടെ സഹായിയുമായിരുന്നു അവിടെ ഈ 3 പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകാനായി എത്തിയത്. ഇവരെ നിർബന്ധിത മതപരിവർത്തനത്തിന് ഇടയാക്കുകയാണ് എന്നും മനുഷ്യക്കടത്താണ് ഇതിന് പിന്നിൽ എന്നും ആരോപിച്ചാണ് ബജ്റംഗ് ദൾ പ്രവർത്തകർ ഇവിടെ പ്രതിഷേധിക്കുകയും തുടർന്ന് പോലീസിനെ വിളിച്ചു വരുത്തുകയും ചെയ്തത്. അതേസമയം ഈ പെൺകുട്ടികൾ 3 പേരും തങ്ങളുടെ ആധാർ കാർഡും ഒപ്പം തന്നെ ഇവരോടൊപ്പം സിസ്റ്റർമാർ നടത്തുന്ന ഒരു ആശുപത്രിയിൽ ജോലിക്ക് പോകുന്നതിനായി ഇവരുടെ മാതാപിതാക്കൾ നൽകിയ സമ്മതപത്രവും അടക്കമുള്ള രേഖകൾ ഈ ബജ്റംഗ് ദൾ പ്രവർത്തകരെയും റെയിൽവേ പോലീസിനെയും അവിടെ എത്തിയ മറ്റു ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടെ കാണിച്ചിരുന്നു. കൂടാതെ നിലവിൽ തന്നെ തങ്ങൾ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ളവരാണ് എന്നതിൻ്റെ രേഖകൾ, ഈ ആധാർ കാർഡ് അടക്കമുള്ള രേഖകളും ഇവർ കാണിച്ചെങ്കിലും ഈ ബജ്റംഗ് ദൾ പ്രവർത്തകരുടെ പ്രതിഷേധത്തിനെ തുടർന്ന് ഇതൊന്നും അംഗീകരിക്കാൻ ഈ പോലീസ് തയ്യാറായില്ല എന്നും തുടർന്ന് ഈ 2 സിസ്റ്റർമാരെയും സഹായിയും അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്തു പോലീസ് എന്നുമാണ് ലഭ്യമാകുന്ന വിവരം. ഈ 3 പെൺകുട്ടികളെയും വനിതാ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഈ വിഷയത്തിൽ ഉടൻ തന്നെ ഇടപെടൽ വേണമെന്നും ഇത്തരത്തിൽ ഇവർക്കെതിരെ നടക്കുന്നത് കടുത്ത തരത്തിലുള്ള നിയമലംഘനമാണ് എന്നുമാണ് ഈ ക്രിസ്ത്യൻ സംഘടനകൾ ആരോപിക്കുന്നത്. വിഷയത്തിൽ ഉന്നതതലത്തിലുള്ള ഇടപെടൽ വേണമെന്ന ആവശ്യമാണ് ഉയർന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷവും സമാനമായ തരത്തിൽ ഇത്തരത്തിൽ ജോലിക്ക് കൊണ്ടുപോകുന്ന സിസ്റ്റർമാർക്കെതിരെ അതിക്രമം ഉണ്ടായതായും ഈ സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു ബൽറാം നെടുങ്ങാടി.